താന്തോന്നി ചായനെ പ്രണയിച്ച ടീച്ചർ പെണ്ണ്. രചന സുറുമ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. വൈകുന്നേരം തിരക്കേറിയ റോഡിലൂടെ വേഗത്തിൽ നടക്കുകയായിരുന്നു യാഷിക. ഒരു കയ്യിൽ ബാഗും മറുകയിൽ കുറച്ച് ഫയലുകളും. അതേസമയം ഫോണിൽ സംസാരിച്ചുകൊണ്ട് എതിർദിശയിൽ നടന്നു വരികയായിരുന്നു ആൽബി. ഇരുവരും അടുത്ത നിമിഷം തന്നെ പരസ്പരം കൂട്ടിയിടിച്ചു. യാഷികയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗും ഫയലുകളും നിലത്തേക്ക് ചിതറി വീണു. കണ്ടിട്ടുണ്ടോ തനിക്ക്? കുനിഞ്ഞ് സാധനങ്ങൾ എടുക്കുന്നതിനിടെ യാഷിക ദേഷ്യത്തോടെ ചോദിച്ചു. ഞാനോ? സ്പീഡിൽ വന്നിടിച്ചത് താനല്ലേ? എന്നിട്ട് എന്നാതിനെ മോശേ എന്നോട് ഇത്ര ദേഷ്യം? ആൽബി മറുപടി കൊടുത്തു. ഓ, ഇപ്പൊ കുറ്റെനിക്കാണോ? ആൾ അവനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി. ശേഷം അവൾ ഫയലുകൾ കയ്യിലെടുത്ത് വേഗത്തിൽ നടന്നുപോയി. വീട്ടിലെത്തി ബാഗ് തുറന്ന് സാധനങ്ങൾ ഒതുക്കുന്നതിനിടയിലാണ് യാഷിക ഒരു കാര്യം ശ്രദ്ധിച്ച്. അയ്യോ, എന്റെ ID കാർഡ്! അവൾ പരിഭ്രാന്തിയോടെ ബാഗ് മുഴുവൻ തിരഞ്ഞു. പക്ഷെ എവിടെയും കാണാനില്ല. അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്ത്. അപരിചിതമായ നമ്പർ. ഹലോ, ആ യാഷികയല്ലേ? നിന്റെ ID കാർഡ് എന്റെ കയ്യിലുണ്ട്. നമ്മൾ നേരത്തെ കൂട്ടിയിടിച്ചപ്പോ വീണതാ. അതിലുള്ള നമ്പർ നോക്കി വിളിച്ചാ. ഒരു നിമിഷം അവൾക്ക് ആശ്വാസം തോന്നി. ശരി, അതെനിക്ക് അത്യാവശ്യമാണ്. ID കാർഡില്ലാതെ നാളെ സ്കൂളിൽ പഞ്ച് ചെയ്യാൻ പോലും കഴിയില്ല. ഓ, കോച്ച് ഇപ്പോഴും സ്കൂളിൽ പഠിക്കുവാന്നേ? ആൽബി കളിയോടെ ചോദിച്ചു. ഞാനൊരു സ്കൂൾ ടീച്ചറാണോ? ആൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഞാനിപ്പോ ലൈബ്രറിക്ക് അടുത്തുള്ള ജിമ്മിലുണ്ട്. ഇവിടെ വരുവാണെങ്കിൽ തരാം. ശരി, ഞാൻ വരാം. ഗുഡ്. അതെ, ഇത്തവണെങ്കിലും നോക്കി നടക്കണേ കൊച്ചേ. അതും പറഞ്ഞ് ആൽബി ചിരിച്ചു. ദേഷ്യത്തോടെ യാഷിക കോൾ കട്ട് ചെയ്തു. ഫോൺ താഴെ വെച്ച ശേഷം അവൾ ദീർഘമായി നിശ്വസിച്ചു. ജിമ്മിലെത്തി ദേഷ്യത്തോടെ ആൽബിയുടെ കയ്യിൽ നിന്ന് ID കാർഡ് വാങ്ങിയ ശേഷം അവൾ തിരിഞ്ഞടന്നു. അതെ, താങ്ക്സ് പോലും പറയില്ലേ? പിന്നിൽ നിന്ന് ആൽബി ചോദിച്ചു. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവൾ തിരിഞ്ഞു പോലും നോക്കാതെ മറുപടി നൽകി. അവസാനമായൊരു നോട്ടം കൂടി എറിഞ്ഞിട്ട് യാഷിക അവിടുന്ന് നടന്നു. ജിമ്മിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോഴായിരുന്നു ഒരു പരിചിതമായ ശബ്ദം അവളുടെ കാതിൽ പതിഞ്ഞത്. ആദ്യം അവൾ അത് ശ്രദ്ധിച്ചില്ല. പക്ഷെ വീണ്ടും ആ ശബ്ദം കേട്ടപ്പോൾ അവളുടെ കാലുകൾ നിശ്ചലമായി. അഖിൽ? അറിയാതെ തന്നെ ആ പേര് അവളുടെ ചുണ്ടുകളിൽ നിന്ന് പുറത്തു വന്നു. ജിമ്മിന്റെ സൈഡിലുള്ള ആളൊഴിഞ്ഞ കോർണറിലേക്ക് അവൾ പതിയെ നോക്കി. ആ കാഴ്ച കണ്ട നിമിഷം അവളുടെ കാലുകൾ നിശ്ചലമായി. അടുത്ത മാസം തനിക്കൊപ്പം വിവാഹം നിശ്ചയിച്ചിരുന്ന അഖിൽ ഒരു പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച് ഉമ്മോക്കുകയായിരുന്നു. അച്ഛന്റെ നിർബന്ധപ്രകാരം മാത്രമാണ് യാഷിക ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അഖിലിനെ അവൾക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. അഖിൽ ഒരിക്കലും അവൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നില്ല. ആ കാഴ്ച കണ്ട നിമിഷം യാഷികയുടെ ഉള്ളിൽ ഇത്രയും നാളെ അടക്കി വെച്ചിരുന്ന എല്ലാ വികാരങ്ങളും പൊട്ടിത്തെറിച്ചു. അഖിൽ! ആളുടെ ഉച്ചത്തിലുള്ള വിളി കേട്ട് അഖിലും കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ ഞെട്ടിത്തിരിഞ്ഞു. യാഷികയുടെ കണ്ണുകൾ ചുവന്നിരുന്നു. മുഖം ദേഷ്യം കൊണ്ട് വിറക്കിയായിരുന്നു. യാഷിക, നീയുടെ... അഖിലെന്തോ പറയാൻ ശ്രമിച്ചു. അവൾ അവന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. മിണ്ടരുത്! അടുത്ത മാസം വിവാഹം വെച്ചിട്ട് നീ ഇവിടെ മറ്റൊരു പെൺകുട്ടിയായിട്ടും... ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നെങ്കിലും യാഷിക ഒന്നും പ്രശ്നമായിരുന്നില്ല. 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വിവാഹത്തിന് ഇഷ്ടമല്ലെന്ന്. നിനക്ക് കുറേ എണ്ണം ഉണ്ടല്ലോ, പിന്നെന്തിനാ എന്റെ ജീവിതം തുറക്കാൻ വന്ന്? യാഷിക തിരിഞ്ഞടക്കാൻ തുടങ്ങിയതും അഖിലിന്റെ ശബ്ദം പിന്നിൽ നിന്ന് ഉയർന്നു. ഓ, ഇത്ര വലിയ സീനൊന്നും ഉണ്ടാകേണ്ട യാഷിക. ഇപ്പൊ കണ്ട കാര്യം അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് സാധാരണ കാര്യമാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല അഖിൽ. വെറുതെ ഇനി എന്നെ ശല്യം ചെയ്യാൻ വരരുത്. യാഷികയുടെ ശബ്ദം വിറച്ചു. അഖിൽ പുച്ഛത്തോടെ ചിരിച്ചു. എന്തായാലും ഈ കല്യാണം നടക്കും. നിനക്കറിയോ, ഞാൻ നിന്റെ തന്തയുടെ ബിസിനസ്സിൽ വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യാൻ ഓഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബന്ധത്തിൽ നിന്ന് ഞാൻ മാറിയാലും നിന്റെ അച്ഛൻ മാറില്ല. ഈ വിവാഹം വെറും ഒരു ബന്ധമല്ല, ഒരു ഡീലാ. അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഒരിക്കലും കരുതണ്ട. നീ എത്ര എതിർത്താലും ഒടുവിൽ എന്റെ ഭാര്യയായി തന്നെ വരും. അവന്റെ വാക്കുകൾ ഓരോന്നും യാഷികയുടെ നെഞ്ചിൽ കുത്തിയിറങ്ങുന്ന പോലെ തോന്നി. അവരുടെ മുന്നിലേക്ക് കൈകൾ നെഞ്ചിൽ കെട്ടി നടന്നു വരികയായിരുന്നു ആൽബി. അഖിലിന്റെ മുഖത്തേക്ക് നോക്കുന്ന യാഷിക പെട്ടെന്ന് ആൽബിയുടെ അടുത്തേക്ക് നീങ്ങി. അവൾ ശബ്ദം താഴ്ത്തി ചോദിച്ചു. അതെ, ഒരു ഹെൽപ്പ് ചെയ്യോ? എന്നെ ലവറായിട്ടൊന്ന് അഭിനയിക്കാൻ പറ്റുമോ? ആൽബി ഒരു നിമിഷം അവളെ നോക്കി നിന്നു. എന്ത്? പ്ലീസ്, എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണം. വെറുതെ അല്ല, നിങ്ങൾ പറയുന്നത്ര പൈസ ഞാൻ തരാം. ആൽബിയുടെ മുഖത്ത് ഒരു കുസൃതിച്ചിരി വിരിഞ്ഞു. ഓ, എന്നെ വാടക കാമുകനാക്കാനാണോ പ്ലാൻ? കളിയാക്കണ്ട, ഞാൻ സീരിയസാ. അടുത്ത നിമിഷം തന്നെ അഖിൽ അവർ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു. നീ ആരാടാ? ആൽബിയുടെ മുഖത്തെ ചിരി അപ്രത്യക്ഷമായി. അവൻ ഷർട്ടിന്റെ കൈ മടക്കിക്കൊണ്ട് നേരെ അഖിലിന്റെ മുന്നിലേക്ക് നടന്നു. ഞാൻ ആരാണെന്ന് നീ അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോ, ആരെയും ഭീഷണിപ്പെടുത്തി കല്യാണം കഴിക്കാന്ന് താൻ കരുതണ്ട. അവൻ അഖിലിന്റെ അടുത്തേക്ക് ഒരു ചോട് കൂടി വെച്ചു. അവന്റെ മുഖം മുറുകി. നീ എന്നെ പേടിപ്പിക്കുകയാണോ? അല്ല, പേടിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരിക. ഇവൾക്ക് ഈ വിവാഹം വേണ്ടെന്ന് ഇവൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇവൾ നിർബന്ധിക്കാൻ ശ്രമിച്ചാ ആദ്യം നിയമം നിന്റെ മുമ്പിൽ വരും. അഖിലിന്റെ മുഖത്തെ ചിരി മങ്ങി. അതിനും ഫലമില്ലെങ്കിൽ നിനക്ക് എന്നെ നേടേണ്ടി വരും. യാഷിക എന്റെ പെണ്ണാ. അവൾക്ക് ഈ ജന്മത്തിലൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് എന്റെ കൂടെ ആയിരിക്കും. ആ വാക്കുകളിൽ വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. അവന്റെ കണ്ണുകളിലെ കത്തുന്ന നോട്ടം കണ്ടപ്പോൾ അഖിലിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി.
യാഷിക അത്ഭുതത്തോടെ ആൽബിയെ നോക്കി. രാവിലെ മുതൽ വഴക്കിട്ട മനുഷ്യൻ തന്നെയാണോ ഇതെന്ന് അവൾക്ക് സംശയം തോന്നി. അപ്പൊ കേട്ടല്ലോ, ഇനി മുതൽ യാഷികയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് യാഷികയാണ്, നീയോ നിന്റെ പണമോ അല്ല. അതും പറഞ്ഞ് അവൻ യാഷികയുടെ അടുത്തേക്ക് തിരിഞ്ഞവളുടെ കൈ പിടിച്ചു. നീ വാടി വച്ച്. എവിടേക്ക്? നിന്റെ നാടകത്തിലെ ഹീറോ ആവാൻ ഞാൻ സമ്മതിച്ചല്ലോ, ഇനി കഥാപാത്രത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. ആൽബിയുടെ പതിയുള്ള മറുപടി കേട്ടതും അവളറിയാതെ ചിരിച്ചുപോയി. അഖിൽ അവിടെ നിന്ന് പല്ലടിക്കായിരുന്നു. കാറികർ, ആൽബി പറഞ്ഞു. യാഷിക അവനെ തുറച്ചു നോക്കി. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് പറ്റില്ല വെച്ചേ. വാടകയ്ക്ക് എടുത്താണെങ്കിലും ഞാനിപ്പോൾ നിന്റെ കാമുകനല്ലേ. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആൽബി വാതിൽ തുറന്നു പിടിച്ചു. കയറുന്നോ അല്ലെങ്കിൽ എടുത്ത് കയറ്റണോ? ഭീഷണിപ്പെടുത്തുകയാണോ? അല്ല, ഓപ്ഷൻ തരുക. ഇല്ല, ഞാനിപ്പോൾ പോയി അവനോട് പറയും ഇതൊക്കെ ഒരു നാടകമാണെന്ന്. പിന്നെ നീ അവനെയും കിട്ടി അവനെ വീട്ടിലിരിക്കേണ്ടി വരും. അത് വേണോ വെച്ചേ? ഒടുവിൽ വേറെ വഴിയില്ലാതെ അവനെ ഒന്ന് തുറിച്ചു നോക്കിക്കൊണ്ട് ആൾ കാറിൽ കയറി. വീട്ടിലെത്തിയതും ആൾക്ക് എന്തോ ഒരു അസ്വാഭാവികത തോന്നി. ആളിൽ അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. ആളകത്തേറിയതും അച്ഛൻ എഴുന്നേറ്റു. എവിടെയായിരുന്നു നീ? അച്ഛാ. മിണ്ടരുത്. ആ ശബ്ദം കേട്ട് യാഷിക ഒന്ന് ഞെട്ടി. അഖിലെല്ലാം വിളിച്ചു പറഞ്ഞു നീ ഒരു ചെറുക്കൻ്റെ കൂടെ കറങ്ങി നടക്കായിരുന്നെന്ന്. ആൽവി പുറത്തുനിന്നുകൊണ്ട് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അച്ഛാ, കാര്യതല്ല. അച്ഛൻ അവളെ തടഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട. നിനക്ക് നാണമില്ലേ? അടുത്ത മാസം കല്യാണം നടക്കാനിരിക്കുന്ന പെൺകുട്ടിയാ നീ. ആ കല്യാണം എനിക്ക് വേണ്ട. എനിക്ക് അവന് വിവാഹം കഴിക്കാൻ പറ്റില്ല. യാഷികയുടെ ശബ്ദം ഉയർന്നു. പറ്റും, അവനെ നീ വിവാഹം കഴിക്കൂ. അച്ഛൻ അലറി. അവൻ നമ്മളെ ചതിക്കുകയാണ് അച്ഛാ. അവന് വേറെ പല പെൺകുട്ടികളായിട്ടും ബന്ധമുണ്ട്. ആ, അതൊക്കെ വിവാഹത്തിന് ശേഷം ശരിയാവും. ആ വാക്കുകൾ കേട്ട നിമിഷം യാഷികയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതെന്റെ ജീവിതമാണ് അച്ഛ. നിന്റെ ജീവിതത്തെ കുറിച്ച് തീരുമാനിക്കാൻ ഇവിടെ ഞാനുണ്ട്. ഈ വീട്ടിൽ നീ നിൽക്കണമെങ്കിൽ അഖിലിനെ വിവാഹം കഴിക്കണം. വീട്ടിലൊരു നിമിഷം നിശബ്ദത വളർന്നു. യാഷികൾക്ക് സ്വന്തം ചെവികളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഈ വീടിന്റെ പടി മേലാൽ ചവിട്ടരുത്. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. ഒരു നിമിഷം അവൾ അച്ഛനെ നോക്കി നിന്നു. അവളുടെ ചുണ്ടിൽ വേദന നിറഞ്ഞൊരു ചിരി വിരിഞ്ഞു. ശരി, അച്ഛനും മകളേക്കാൾ ആ കല്യാണമാണ് വലുതെങ്കിൽ എനിക്കിവിടെ നിൽക്കണ്ട. യാഷിക, അമ്മ കരഞ്ഞുകൊണ്ട് വിളിച്ചു. പക്ഷെ അവൾ കേട്ടില്ല. കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ മുറിയിലേക്ക് ഓടി. കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം ഒരു ബാഗുമായി പുറത്തേക്ക് വന്നു. ഇനി ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല, അവൾ പറഞ്ഞു. അമ്മ അവളുടെ കൈ പിടിച്ച് തടയാൻ ശ്രമിച്ചു. അവളെ തടയണ്ട, എവിടെയും പോയി തൊലയട്ടെ, അഹങ്കാരി, അച്ഛൻ അലറി. അടുത്ത നിമിഷം യാഷിക ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നടന്നു. പിന്നിൽ അമ്മയുടെ കരച്ചിലും അച്ഛന്റെ ദേഷ്യവും നിറഞ്ഞിരുന്നെങ്കിലും മുന്നിൽ എന്താണെന്നറിയാത്ത ഒരു ജീവിതമായിരുന്നു അവളെ കാത്തിരുന്നത്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ യാഷിക കുറച്ച് നിമിഷങ്ങൾ റോഡരികിൽ നിന്നു. കണ്ണുകളിൽ നിന്ന് കണ്ണീര് ഒഴുകിക്കൊണ്ടിരുന്നു. പോവാനൊരിടവുമില്ലായിരുന്നു. അപ്പോഴാണ് ആൽബി അവിടെ അടുത്തേക്ക് നടന്നു വന്നത്. ടീച്ചറ്, ഇനി എവിടേക്ക് പോകാനാ പ്ലാന്? അറിയില്ല, ഇപ്പൊ എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഒരു സ്ഥലമില്ല. ആൾ വേദനയോടെ ചിരിച്ചു. ആൽബി കുറച്ച് നിമിഷങ്ങൾ മിണ്ടാൻ നിന്നു. എങ്കിലും ഒരു ഐഡിയ ഉണ്ട്. എന്റെ വീടിന്റെ മുകളിലത്തെ നില ഒഴിവാണ്, വേണമെങ്കിൽ അവിടെ താമസിക്കാം. യാഷിക ഞെട്ടി. എന്ത്, നിങ്ങൾക്ക് ഭ്രാന്താണോ? ഞാനെങ്ങനെ നിങ്ങളുടെ വീട്ടിൽ താമസിക്കും? ആളുകളെന്ന് വിചാരിക്കും. ആളുകൾക്ക് വേറെ പണിയില്ലേ ടീച്ചറെ. ടീച്ചർ ജോലി തന്നെ ജീവിക്കുന്നത്, അല്ലാതെ നാട്ടുകാരുടെ ചെലവിനൊന്നല്ലല്ലോ. ഈ രാത്രി ടീച്ചർ പിന്നെ എങ്ങോട്ട് പോകാനാ? എന്റെ വീട്ടിൽ നിന്നാലും ടീച്ചർ ഇതുപോലെ ഇറക്കി വിടില്ല. യാഷികയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. സ്വന്തം അച്ഛൻ പോലും തനിക്കൊപ്പം നിൽക്കാതിരുന്ന സമയത്ത് രാവിലെ മുതൽ വഴക്കിട്ടിരുന്ന ഈ മനുഷ്യനാണ് സഹായഹസ്തവുമായി മുന്നിൽ നിൽക്കുന്നത്. യാഷിക ചെറുതായൊന്ന് ചിരിച്ചു. അത് കണ്ട ആൽബിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇങ്ങനെ ചിരിക്കുമ്പോഴാ ടീച്ചറെ കാണാൻ നല്ല ഭംഗി. യാഷികയുടെ ചിരി പെട്ടെന്ന് വാങ്ങി. ആൽബി കാറിന്റെ ഡോർ തുറന്നു. വാ ടീച്ചർ, വീട്ടിലേക്ക് പോവാം. ഇന്ന് മുതൽ അത് കൊച്ചിന്റെ കൂടെ വീടാ. അവന്റെ മറുപടി കേട്ട് യാഷിക ഒരു നിമിഷം മിണ്ടാ നിന്നു. ശേഷം പതിയെ കാറിലേക്ക് കയറി. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റിന് ശേഷം ഒരുപക്ഷെ ആദ്യമായി അവൾക്ക് ചെറിയൊരു സുരക്ഷിതത്വം തോന്നുകയായിരുന്നു. കാറ് നഗരത്തിലെ തിരക്കുകൾ പിന്നീട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന യാഷികയുടെ മുഖത്ത് ഇപ്പോഴും വിഷമം നിഴലിച്ചിരുന്നു. ഏകദേശം അരമണിക്കൂറിന് ശേഷം കാർ ഒരു വലിയ എസ്റ്റേറ്റ് ഗേറ്റിന് മുമ്പിൽ നിർത്തി. ഇറങ്ങി ടീച്ചർ, എത്തി, ആൽബി പറഞ്ഞു. ആൾ പുറത്തിറങ്ങി. ചുറ്റും നോക്കിയ നിമിഷം തന്നെ ആളുടെ നെഞ്ചിലൊരു ഭയം നിറഞ്ഞു. എങ്ങും ഉയരമുള്ള റബ്ബർ മരങ്ങൾ, ബാക്കിയുള്ള ഭാഗമൊക്കെ ആൾ ഒഴിഞ്ഞതുപോലെ. ഇത് ഇത്രയും ഉള്ളിലാണോ നിങ്ങളുടെ വീട്? ആൾ അറിയാതെ ചോദിച്ചു. അതെ. ഇവിടെ വേറെ വീടൊന്നുമില്ല? ഉണ്ട്, കുറച്ച് അകലെയാ, 2-3 വീടുകളുണ്ട്. ആളുടെ മുഖത്തെ പേടിയേണ്ടത് ആൽബി ചിരി വന്നു. എന്താ ടീച്ചറെ, പേടിയാണോ? ഞാനൊരു പെണ്ണാണ്. രാത്രി സമയത്ത് ഇങ്ങനെ സ്ഥലത്ത് പരിചയമില്ലാത്തൊരാണ്ട് കൂടെ വന്നാൽ ആർക്കായാലും പേടി തോന്നും. ആൽബി കുറച്ച് നിമിഷം അവിടെ നോക്കി നിന്നു.
ടീച്ചറെ പേടിക്കണ്ട, ഞാൻ ടീച്ചറെ തിന്നാനൊന്നും പോകുന്നില്ല. അവൻ ഗൗരവത്തോടെ പറഞ്ഞു. യാഷിക ഞെട്ടി അവനെ നോക്കി. അടുത്ത നിമിഷം തന്നെ അവന്റെ മുഖത്തെ കുസൃതി ചിരി കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. സത്യം, ഞാൻ അത്ര മോശക്കാരനെന്നല്ല വെച്ചേ. എനിക്ക് അമ്മയും അങ്കമാരൊക്കെ ഉണ്ട്. അവനവളുടെ ബാഗ് കയ്യിലെടുത്തു. ഇനിയൊരു കാര്യം കൂടി, ഈ വീട്ടിൽ നിൽക്കുന്ന കാലം വരെ ആരും ടീച്ചർ ഉപദ്രവിക്കില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി. ആ വാക്കുകൾ കേട്ടപ്പോൾ യാഷികയുടെ കണ്ണുകൾ അവനിൽ തന്നെ തങ്ങി. ആൾക്ക് അവന്റെ വാക്കുകളിൽ ഒരു സുരക്ഷിതത്വം തോന്നി. വീടിന്റെ വാതിൽ തുറന്നകത്തേക്ക് കയറിയതും യാഷിക ചുറ്റും നോക്കി. വലിയ വീടായിരുന്നെങ്കിലും അകത്തൊരു പ്രത്യേക നിശബ്ദതയുണ്ടായിരുന്നു. ആരുമില്ലേ ഇവിടെ? ആൾ സംശയത്തോടെ ചോദിച്ചു. ആൽബി താക്കോൽ മേശപ്പുറത്തേക്ക് വെച്ചു. ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ആളുടെ മുഖമൊന്ന് വിളറി. ആളുടെ മുഖത്തെ ഭാവം കണ്ടതും ആൽബി ചിരിച്ചു. അയ്യോ കൊച്ച, ഇങ്ങനെ പേടിച്ച് നോക്കല്ലേ, ഞാൻ പറഞ്ഞില്ലേ തിന്നാനൊന്നും പോകുന്നില്ലെന്ന്. വാ, ആദ്യം എന്തെങ്കിലും കഴിക്കാം. അപ്പോഴാണ് അവൾക്ക് വിശപ്പിന്റെ കാര്യം ഓർമ്മ വന്നത്. രാവിലെ മുതലൊന്നും കഴിച്ചിരുന്നില്ല. മുഖം കണ്ട 3 ദിവസമായിട്ടൊന്നും കഴിക്കാത്ത പോലെ ഉണ്ടല്ലോ വച്ചേ. യാഷിക ദേഷ്യത്തോടെ ആൽബിയെ നോക്കി. ആൽബി ഒരു കള്ള ചിരിയോടെ നേരെ അടുക്കളയിലേക്ക് നടന്നു. 10 മിനിറ്റ്, അതിനുള്ളിൽ ഡിന്നർ റെഡി. അവൻ ഫ്രിഡ്ജ് തുറന്ന സാധനങ്ങൾ എടുത്തു. കുറച്ച് സമയത്തിനുള്ളിൽ അടുക്കളയിൽ നിന്ന് വെളുത്തുള്ളി നെയ്യും വറക്കുന്ന മണം പരന്നു. യാഷിക അറിയാതെ അങ്ങോട്ടേക്ക് നോക്കി. ഷർട്ടിന്റെ കൈ മടക്കി വെച്ച് വളരെ എളുപ്പത്തിൽ പാചകം ചെയ്യുന്ന ആൽബിയെ കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി. കുറച്ചു കഴിഞ്ഞ് ചിക്കൻ ഫ്രൈയും ചൂട് ചപ്പാത്തിയും മേശപ്പുറത്ത് നിരന്നു. അവൾ ഒരു കഷ്ണം എടുത്ത് കഴിച്ചു. അടുത്ത നിമിഷം തന്നെ അവളുടെ കണ്ണുകൾ വിടർന്നു. എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും നിങ്ങളാണോ ഉണ്ടാക്കിയത്? അല്ല, അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഒന്നും ഉണ്ടാക്കിപ്പോയതാ. അവൾ കണ്ണുരുട്ടി. കളിയാക്കണ്ട. കുറച്ചു നേരം ഇരുവരും മിണ്ടാതെ ഭക്ഷണം കഴിച്ചു. പിന്നീട് ആൽബി പതിയെ ചോദിച്ചു, ഒരു കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയോ? അഖിലെന്താ ഇത്രയും വെറുക്കുന്നത്? യാഷികയുടെ മുഖം പെട്ടെന്ന് മങ്ങി. കാരണം അവൻ നല്ല മനുഷ്യനല്ല. പെൺകുട്ടികളെ കളിപ്പാട്ടം പോലെയാണ് അവൻ കാണുന്നത്. പണവും സ്വാധീനം ഉണ്ടെന്ന് കരുതി എന്തും ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരാൾ. ആൽബി തലയാട്ടി. അത് മാത്രമാണോ, അതോ ടീച്ചർ ആരെങ്കിലും സ്നേഹിച്ചിരുന്നോ? ആ ചോദ്യം കേട്ടതും കുറച്ച് നിമിഷങ്ങൾ അവളൊന്നും മിണ്ടിയില്ല. ഉണ്ടായിരുന്നു. ഒരു നിശബ്ദതയ്ക്ക് ശേഷം അവൾ പറഞ്ഞു. ആൽബിയുടെ കയ്യിലെ സ്പൂൺ നിമിഷം നിശ്ചലമായി. അവന്റെ കണ്ണുകൾ അവളിലേക്ക് ഉയർന്നു. ഉണ്ടായിരുന്നോ? അവൻ വിഷമം മറച്ചു വെച്ചോട് ചോദിച്ചു. അവൾ ചെറുതായി ചിരിച്ചു. അതൊരു 1 സൈഡ് ലവ് ആയിരുന്നു. അവനറിയില്ലായിരുന്നോ? യാഷിക ജനാലക്ക് പുറത്തേക്ക് നോക്കി. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് കൂടെ ജീവിക്കാനല്ല, വെറുതെ നമുക്ക് സ്നേഹിക്കാൻ മാത്രമാണ്. അവളുടെ കണ്ണുകളിലെ വേദന ആൽബിയെ അസ്വസ്ഥനാക്കി. ടീച്ചർ ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ മനസ്സിന് സമാധാനം കിട്ടും. ടീച്ചർ എന്നോട് പറ, ഞാൻ ഫ്രീയാ, കേട്ടിരിക്കാം. ആൽബി പുഞ്ചിരിയോടെ പറഞ്ഞു. അവൾ കുറച്ചു നേരം മിണ്ടാതിരുന്നു. ശേഷം അവൾ പതിയെ വെള്ളം കുടിച്ചു. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, കോവിഡ് സമയത്ത്. ആൽബി ശ്രദ്ധയോടെ അവളെ നോക്കി. എനിക്ക് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. ആദ്യം ചെറിയ പനിയായിരുന്നു. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടായി. ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ എത്രയും വേഗം അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ആംബുലൻസ് ഒന്നും കിട്ടാനില്ലായിരുന്നു. അച്ഛനോട് എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. അവളുടെ ശബ്ദം പതറി. അച്ഛൻ എൻ്റെ അടുത്തേക്ക് പോലും വന്നില്ല. കോവിഡ് പിടിക്കുമെന്ന ഭയം. അമ്മയും കരഞ്ഞു. പക്ഷെ ആരും കൂടെ വന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് മുറിയിൽ നിന്ന് കരയായിരുന്നു. അപ്പോഴൊരു പോലീസ് ഓഫീസർ വന്നു. ആൽബി ഒന്നും മിണ്ടാക്കി കേട്ടിരുന്നു. ആംബുലൻസ് കിട്ടാത്തതുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് വന്നായിരുന്നു. സ്വന്തം വാഹനത്തിലാണ് വന്ന്. യാഷികയുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം നിറഞ്ഞു. മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല. മാസ്കും കൂളിംഗ് ഗ്ലാസും ക്യാപ്പൊക്കെ ആയിരുന്നു. ഒരു കാര്യം മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലെ മേലെ ഭാഗത്ത് ഒരു സിംഹത്തിൻ്റെ ടാറ്റു ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിഷൻ കാര്യങ്ങളെല്ലാം ചെയ്തു. എനിക്ക് പേടിയായിരുന്നേ. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും പേടിച്ച് മാറിയുന്ന സമയത്ത് ഒരു അപരിചിതൻ എൻ്റെ കൂടെ നിന്നു. എൻ്റെ കൂടെ തന്നെ ഇരുന്നു. കയ്യിൽ ക്യാനിൽ വേദനിച്ചപ്പോൾ ഒരു പേടിയില്ലാതെ കൈ പിടിച്ച് തടവി തന്നു. കാലുവേദന കൊണ്ട് ഞാൻ പൊളഞ്ഞപ്പോൾ കാല് സ്ട്രെച്ച് ചെയ്ത് തന്നു. കഞ്ഞി സ്പൂണിലാക്കി വായിലിട്ട് തന്നു. വേദനയിലും തളർച്ചയിലും ഞാൻ പകുതി ബോധത്തിലായിരുന്നു. ശബ്ദം പോലും ഞാൻ ശരിക്കും കേട്ടിട്ടില്ല. പിന്നെ അദ്ദേഹത്തെ വീണ്ടും കണ്ടിട്ടില്ലേ? ആൽബി പതിയെ ചോദിച്ചു. യാചിക തലകുലുക്കി. ഇല്ല, പേര് പോലും അറിയില്ല. സ്റ്റേഷനിൽ അന്വേഷിച്ചില്ലേ? ഒരുപാട് അന്വേഷിച്ചു. പക്ഷെ കോവിഡ് സമയത്ത് ഡ്യൂട്ടിയിൽ ഒരുപാട് പോലീസുകാരുണ്ടായിരുന്നുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആളൊരു ദീർഘനിശ്വാസം വിട്ടു. മുഖം പോലും കണ്ടിട്ടില്ല, പേര് പോലും അറിയില്ല. പക്ഷേ ഇന്ന് ഞാൻ അയാളെ മറന്നിട്ടില്ല. ആശുപത്രിയിൽ തിരിച്ചു വന്ന ശേഷവും ദിവസവും ആ സിംഹത്തിൻ്റെ ടാറ്റു ഓർമ്മ വരുമായിരുന്നു. ആൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ചിലപ്പോൾ തോന്നും ജീവിതത്തിൽ ഒരിക്കൽ കൂടി കണ്ടാൽ നന്ദി പറയായിരുന്നു എന്ന്. അപ്പോൾ ടീച്ചർ ഒരു പോലീസുകാരനെ സ്നേഹിച്ചിരിക്കുകയാണല്ലേ? ഇപ്പോഴും അയാൾ ഇഷ്ടമാണോ? ഞാനിപ്പോൾ അതൊക്കെ മറക്കാൻ തുടങ്ങി. ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. ആൾ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞൊരു കുടുംബക്കേടി ജീവിക്കുന്നുണ്ടാവും. എവിടെയാലും സന്തോഷത്തോടെ ജീവിക്കട്ടെ. പക്ഷേ മനസ്സിലിപ്പോഴും എവിടെയോ ഒരു നോവായി കിടക്കുന്നുണ്ട്.
യാഷികയുടെ വാക്കുകൾ അവസാനിച്ചു. അവിടെ കുറച്ചു നിമിഷം നിശബ്ദ പടർന്നു. ആൽബി അവളെ തന്നെ നോക്കിയിരുന്നു. അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും ആ അപരിചിതനായ പോലീസുകാരനോടുള്ള ബഹുമാനവും ഇഷ്ടവും ഉണ്ടായിരുന്നു. ആൽബി ഒന്നും പറയാതെ തലകുലുക്കി. പിന്നെ വിഷയം മാറ്റാനായി ചോദിച്ചു, ശരി, ഇനി എന്റെ ഊഴം. ടീച്ചർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ എന്നെ കുറിച്ചൊന്നും ചോദിച്ചില്ലല്ലോ. ഓ ശരിയാണല്ലോ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? കൃഷി ആവശ്യം, കുറച്ച് റബ്ബറും കുരുമുളകും വാഴയുണ്ട്, അതൊക്കെ എന്റെ ലോകം. ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിങ്ങളെ എന്താ വിളിക്കേണ്ടത്? പെട്ടെന്ന് എന്തോ ഓർത്ത് പോലെ ആഷിക ചോദിച്ചു. ആൽബി ഒരു നിമിഷം ആലോചിക്കുന്ന പോലെ നടിച്ചു. പിന്നെ കുസൃതിയോടെ അവളെ നോക്കി. ആ, ഇച്ചായ എന്ന് വിളിച്ചാൽ മതി. യാഷിക ഞെട്ടി. എന്ത്, ഞാനെന്തിനാ അങ്ങനെ വിളിക്കുന്നത്? കാരണം അത് കേൾക്കാനൊരു പ്രത്യേക സുഖമുണ്ട്. ആൽബി ചിരിച്ചു. നടക്കില്ല, ഞാൻ നിങ്ങൾ ആൽബിയെ തന്നെ വിളിക്കും. അയ്യോ, അതൊന്നും പോരാ, ഇച്ചായ എന്ന് തന്നെ വിളിക്കണം. ഒടുവിൽ യാഷിക തോറ്റപാത്തിൽ ദീർഘനിശ്വാസം വിട്ടു. ശരി ചായ, ഇച്ചായന് സന്തോഷമായോ? ആ വാക്ക് അവിടെ വായിൽ നിന്ന് പുറത്തു വന്ന നിമിഷം ആൽബി അമ്പരന്നു. പിന്നെ മുഖത്തൊരു വലിയ പുഞ്ചിരി വിരിഞ്ഞു. യാഷിക എഴുന്നേറ്റ് മുകളിലത്തെ നിലയിലേക്ക് നടന്നു. പടികൾ കയറുന്നതിനിടെ അവൾ അറിയാതെ ഒന്ന് തിരിഞ്ഞു നോക്കി. താഴെ നിന്നുകൊണ്ട് ആൽബി ഇപ്പോഴും ചിരിക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ യാഷിക പതിവിലും നേരത്തെ എഴുന്നേറ്റു. പുതിയ സ്ഥലമായതുകൊണ്ട് രാത്രി ഇടക്ക് പലതവണ അവൾ ഉണർന്നിരുന്നു. താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അടുക്കളയിൽ നിന്ന് ചായയുടെയും ദോശയുടെയും മണം പരക്കുന്നുണ്ടായിരുന്നു. ഹായ്, ഗുഡ് മോർണിംഗ് ടീച്ചറെ. ചായക്കപ്പ് നീട്ടിക്കൊണ്ട് ആൽബി പറഞ്ഞു. ഗുഡ് മോർണിംഗ്. യാഷിക ചെറുചിരിയോടെ മറുപടി നൽകി. സ്കൂളിൽ പോകണ്ടേ? റെഡിയാവും, നോക്ക്, ഞാൻ കൊണ്ടാക്കാം. അത് കേട്ടത് യാഷിക പെട്ടെന്ന് തല ഉയർത്തി. വേണ്ട, ഞാൻ ബസ്സിൽ പോയിക്കോളാം. ആൽബി ചിരിച്ചു. ഇവിടെ നിന്നോ? ടീച്ചറെ, ഇവിടെ ബസ് ഇട്ട് അരമണിക്കൂർ നടക്കണം. പിന്നെ ബസ് വന്നാലായി, ഇല്ലെങ്കിൽ അടുത്ത് വരാൻ വേറെ സമയം. യാഷിക ഒന്ന് മടിച്ചു. എന്നാലും ഞാൻ പോയിക്കോളാം, നാട്ടുകാരുണ്ട് എന്താ വിചാരിക്കുക? ആൽബി അവളെ നോക്കി പുരികമുയർത്തി. നാട്ടുകാർക്ക് ഇത്രയും ഫ്രീ ടൈം ഉണ്ടോ? എങ്കിലും അവർ വിചാരിച്ചോട്ടെ, നമുക്ക് അവരുടെ വായ പൂട്ടിടാനൊന്നും പറ്റില്ലല്ലോ. യാഷികക്ക് മറുപടിയില്ലായിരുന്നു. അവസാനം മടിച്ച് അവൾ കാറിൽ കയറി. കാറ് റോഡിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. റേഡിയോയിൽ ഒരു പഴയ പ്രണയഗാനം കേൾക്കുന്നുണ്ടായിരുന്നു. യാഷിക ജാലത്തിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. ടീച്ചറ്, എന്താ ചായ? ആ വാക്ക് കേട്ടതും ആൽബി പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടാൻ പോയി. അയ്യോ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല, ഒന്നുകൂടെ വിളിച്ചേ, ഞാൻ ഒന്നുകൂടെ കേൾക്കട്ടെ. അവൻ ചിരി അടക്കിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് ശരിക്കും വട്ടാ? ആ, വട്ടാണെന്ന് തന്നെ വെച്ചോ, ആദ്യം ഒന്ന് വിളിക്കുക. യാഷിക അറിയാതെ ചിരിച്ചുപോയി. ഇച്ചായ? ആൽബിയുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആഹ്, ഇപ്പോഴാ ദിവസം നല്ല രീതിയിൽ തുടങ്ങിയത്. അവന് നോട്ടത്തിൽ അവളുടെ നെഞ്ചിൽ എന്തോ ചെറിയൊരു വിറയിൽ പടർന്നു. അറിയാതെ തന്നെ അവൾ നോട്ടം മാറ്റി. സ്കൂളിന്റെ ഗേറ്റ് മുമ്പിൽ കാർ നിർത്തി. യാഷിക ബാഗ് എടുത്ത് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ആൽബി അവൾ വിളിച്ചു. ടീച്ചറെ, വൈകിട്ട് ഞാൻ വരൂ കേട്ടോ. ഞാൻ ബസ്സിൽ വന്നോളാം. അതൊന്നും നടക്കില്ല. എന്റെ വീട്ടിൽ താമസിക്കുന്ന ആളെ സുരക്ഷിതമായിട്ട് തിരികെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. യാഷിക കണ്ണുരുട്ടി. ആരാ ഏൽപ്പിച്ച്? ഞാൻ തന്നെ. അവൾ അറിയാതെ ചിരിച്ച്. ശരി ചായ. ആ വാക്ക് കേട്ടതും ആൽബിയുടെ മുഖം വീണ്ടും തെളിഞ്ഞു. അതെ, ഇങ്ങനെ ദിവസത്തിൽ 2 തവണ വിളിച്ചാൽ മതി. ബൈ ടീച്ചറെ. യാഷിക സ്കൂളിലേക്ക് നടന്നു കയറുമ്പോൾ അറിയാതെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. ആൽബി ഇപ്പോഴും കാറിലിരുന്ന് ആൾ തന്നെ നോക്കിയായിരുന്നു. അവരുടെ കണ്ണുകൾ തമ്മിൽ ഒരു നിമിഷം ഇടഞ്ഞു. അറിയാതെ തന്നെ ഇരുവരുടെയും ചുണ്ടുകളിൽ ഒരേ സമയം ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ ചെറിയ യാത്രയിൽ അവരുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള ദൂരം കുറച്ചുകൂടി കുറഞ്ഞിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ യാഷികയും ആൽബിയും നല്ല സുഹൃത്തുക്കളായി മാറിയിരുന്നു. രാവിലെ സ്കൂളിൽ കൊണ്ടാക്കുന്നതും വൈകിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതും പതിവായി. വഴക്കുകളും കളിയാക്കലുകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ അറിയാതെ വല്ലാത്തൊരു അടുപ്പവും വളരുന്നുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ മുകളിൽ ഷെൽഫിൽ വെച്ചിരുന്ന ഒരു ബോക്സ് എടുക്കാൻ അവൾ ചെറിയ സ്റ്റൂളിൽ കയറി. സാരി ആയിരുന്നുകൊണ്ട് ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ടീച്ചറെ, വീഴല്ലേ? ആൽബി പറഞ്ഞെങ്കിലും ആളത് ശ്രദ്ധിച്ചില്ല. ബോക്സ് എടുക്കാൻ മുന്നോട്ടാഞ്ഞോ സ്റ്റൂൾ ചെറുതായി ഇളകി. അയ്യോ! ബാലൻസ് തെറ്റി പിന്നിലേക്ക് വീഴാൻ പോയ ആഷിക പേടിച്ച് കണ്ണുകളടച്ചു. പക്ഷേ നിലത്തേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ ശക്തമായ 2 കൈകൾ അവളെ താങ്ങി പിടിച്ചു. ഒരു നിമിഷം സമയം നിശ്ചലമായതുപോലെ അവൾക്ക് തോന്നി. ഭയന്ന് കണ്ണുകൾ തുറന്ന യാഷിക കണ്ടത് തന്റെ അരികിൽ നിൽക്കുന്ന ആൽബിയെ ആയിരുന്നു. അവന്റെ ഒരു കൈ അവളുടെ അരക്ക് ചുറ്റിയും മറ്റേ കൈ അവളെ വീഴാതെ താങ്ങിയും നിന്നു. ഭയത്തിന്റെ വിറയലിൽ യാഷിക അറിയാതെ അവന്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചു. അവൾ തല ഉയർത്തി നോക്കി. ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. അത്രയും അടുത്ത് അവൻ ആദ്യമായിട്ടാണ് അവൾ കാണുന്നത്. ഒരു നിമിഷം ഇരുവരൊന്നും മിണ്ടിയില്ല. യാഷികയുടെ ഹൃദയം ശക്തമായി മിടിക്കാൻ തുടങ്ങി. ടീച്ചറെ, ഇനി ഇറങ്ങാമോ? അതോ ഇങ്ങനെ തന്നെ നിൽക്കാനാണോ പ്ലാന്? ആൽബിയുടെ കുസൃതിയോടെയുള്ള ചോദ്യം കേട്ടതും യാഷികക്ക് സ്ഥലകാലബോധം തിരികെ വന്നു. അവൾ പെട്ടെന്ന് അവനിൽ നിന്നും മാറി നിന്നു. ഞാൻ വീഴാൻ പോയതാ. അത് ഞാൻ ശ്രദ്ധിച്ചു.
അവന്റെ ചുണ്ടിൽ ഒരു ചെറുചിരി വിരിഞ്ഞു. യാഷികയുടെ കവിളുകൾ അറിയാതെ ചുവന്നു. അത് കണ്ട ആൽബി ഒന്നുകൂടെ ചിരിച്ചു. ടീച്ചർക്ക് ഈ പേടിയെന്നാണോ വരുന്നെന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. ഇച്ചായോ ആൾ ദേഷ്യം അഭിനയിച്ച് വിളിച്ചു. ആഹാ, ഇങ്ങനെ വിളിക്കുമ്പോഴാ കേൾക്കാനൊരു ഭംഗി. ആൽബിയുടെ മറുപടി കേട്ട് അവൾ അറിയാതെ ചിരിച്ചു പോയി. പക്ഷെ അവളുടെ ഹൃദയത്തിൽ അപ്പോൾ മുതൽ ഒരു പുതിയ വികാരം മുളച്ചു തുടങ്ങിയിരുന്നു. അതിന്റെ പേര് പ്രണയമാണെന്ന് അവൾക്ക് ഇനിയും മനസ്സിലായിരുന്നില്ല. വീഴാൻ പോയതിന്റെ പകടത്തിൽ യാഷികയുടെ സാരിയുടെ താഴെയുള്ള ഭാഗം ഒരു വശത്തേക്ക് മാറിപ്പോയിരുന്നു. അവള് ശ്രദ്ധിച്ചിരുന്നില്ല. ടീച്ചർ നിക്ക്, ആൽബി പതിയെ പറഞ്ഞു. യാഷിക ആശയക്കുഴപ്പത്തോടെ അവനെ നോക്കി. ആൽബി അവളുടെ മുമ്പിൽ മുട്ടൂത്തിയിരുന്നു. നിലത്തേക്ക് വീണ അലങ്കോലമായ സാരിയുടെ അറ്റം ശ്രദ്ധയോടെ എടുത്ത് ഒതുക്കി വെച്ചു. ഒരു നിമിഷം യാഷിക അനങ്ങാതെ നിന്നുപോയി. അവന്റെ ഓരോ ചലനത്തിലും ഒരു സ്നേഹവും കരുതലും ഉണ്ടായിരുന്നു. ആ, ഇപ്പൊ ശരിയായി. എഴുന്നേറ്റ് നിൽക്കുന്നതിനിടെ ആൽബി പറഞ്ഞു. യാഷികയുടെ കണ്ണുകൾ അറിയാതെ അവന്റെ മുഖത്ത് തങ്ങി. താങ്ക്സ്. ആൾ വളരെ പതിയെ പറഞ്ഞു. ഇതിനൊക്കെ എന്നാതിനാ താങ്ക്സ് പറയുന്നതെന്നേ? ആൽബി ചെറിയോടെ ചോദിച്ചു. കാരണം എന്നെക്കുറിച്ച് ഇങ്ങനെ കരുതലുള്ള ആളുകൾ ഞാൻ അധികം കണ്ടിട്ടില്ല. ടീച്ചർ എന്റെ വീട്ടിലുള്ളിടത്തോളം കാലം ഇങ്ങനെയൊക്കെ നോക്കുന്നതിന്റെ കടമയല്ലേ? അവന്റെ മറുപടി കേട്ട് യാഷികയുടെ കവിളുകൾ ചെറുതായി ചുവന്നു. അറിയാതെ തന്നെ ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. പറയാതെ തന്നെ ഒരുപാട് വികാരങ്ങൾ ആ നിശബ്ദതയിൽ നിറഞ്ഞു നിന്നിരുന്നു. ഒരു ഞായറാഴ്ച രാവിലെ. ടീച്ചറെ, ഇന്ന് സ്കൂളിലല്ലോ, ഒരു സ്ഥലത്തേക്ക് വരുന്നോ? രാവിലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന യാഷികയെ നോക്കി ആൽബി ചോദിച്ചു. എവിടേക്കാ? ഞാൻ കൊണ്ടുപോയി കളയത്തൊന്നുമില്ല വച്ചേ, നീ വാ. ഒടുവിൽ അവന്റെ നിർബന്ധത്തിന് വഴങ്ങി യാഷികയും കൂടെ പോയി. എസ്റ്റേറ്റിനുള്ളിലൂടെ ചെറിയ വഴിയിലൂടെ കുറച്ചു ദൂരം നടന്നപ്പോൾ മുന്നിലെ കാഴ്ച കണ്ടവിടെ കണ്ണുകൾ വിടർന്നു. ചുവപ്പ് കൊണ്ട് മൂടിയ കുന്നിൻ ചെരുവുകൾ, ഇടയിലൂടെ ഒഴുകുന്ന ചെറിയ അരുവി, കാറ്റിലാടുന്ന കുരുമുളക് വള്ളികൾ. പ്രഭാത സൂര്യന്റെ സ്വർണ്ണ നിറം പച്ചിലകളിൽ വീണ് മിന്നി തിളങ്ങുന്നുണ്ടായിരുന്നു. അറിയാതെ തന്നെ അവളുടെ ചുണ്ടുകളിൽ നിന്ന് പുറത്തു വന്നു. അവൾ ചുറ്റും നോക്കി. സത്യം പറഞ്ഞ ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞ് ആൽബി ഒരു ചെറിയ തൈ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. വാ ടീച്ചർ, ഇന്ന് ഞാൻ കൃഷി പഠിപ്പിക്കാം. എനിക്കിതൊന്നും അറിയില്ല. അതിനല്ലേ ഞാനുള്ളത്. അവനവളുടെ അടുത്തായി മണ്ണിൽ മുട്ടൂത്തിയിരുന്നു. ആദ്യം ഇങ്ങനെ കുഴിയെടുക്കണം. അവൻ കാണിച്ചു കൊടുത്ത പോലെ യാഷികയും ശ്രമിച്ചു. പക്ഷേ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവളുടെ കൈകളിലും കവിളിലുമൊക്കെ മണ്ണായി. അതുകൊണ്ട് ആൽബി പൊട്ടിച്ചിരിച്ചു. കൃഷി ചെയ്യാൻ വന്ന ടീച്ചറാണോ അതോ മണ്ണി കളിക്കാൻ വന്ന കൊച്ചുകുട്ടിയാണോ? ഇച്ചായ. യാഷിക മണ്ണെടുത്ത് അവന്റെ നേരെ എറിഞ്ഞു. അയ്യോ! ആൽബി ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും കുറച്ച് മണ്ണ് നേരെ അവന്റെ ഷർട്ടിൽ പതിച്ചു. അങ്ങനെയാണോ? അടുത്ത നിമിഷം അവനും തിരിച്ചൊരു പിടി മണ്ണെടുത്തു. ഇച്ചായത് വേണ്ട കേട്ടോ. യാഷിക ഓടാൻ തുടങ്ങിയതും ആൽബിയുടെ പുറകെ ഓടി. പുല്ലിലൂടെ ഓടുന്നതിനിടെ അവൾ ചിരിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ശ്വാസം മുട്ടി ഒരു മരത്തിന്റെ താഴെ നിന്നപ്പോൾ ആൽബി അവിടെ അരികിലെത്തി. ഇരുവരും ചിരിച്ചുകൊണ്ട് കുറച്ചു നേരം ശ്വാസം വിട്ടു. അതേസമയം ഒരു തണുത്ത കാറ്റ് വീശി. യാഷികയുടെ മുടിയിഴകൾ മുഖത്തേക്ക് വീണു. ആൽബിയുടെ നോട്ടം അറിയാതെ അവളിൽ തങ്ങി. ചിരിയോടെ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ ഒരു നിമിഷം അവന് നോട്ടം മാറ്റാൻ പോലും തോന്നിയില്ല. എന്താ ഇങ്ങനെ നോക്കുന്നേ? യാഷികയുടെ ചോദ്യം കേട്ടാണ് അവൻ ചിന്തയിൽ നിന്നുണർന്ന്. അതെ, ടീച്ചർ ഇങ്ങനെ ചിരിക്കുമ്പോ ഈ സ്ഥലത്തേക്കാൾ ഭംഗിയുണ്ട്. ആ വാക്കുകൾ കേട്ടത് അവളുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു. അവരുടെ ഇടയിൽ ഒരു ചെറിയ നിശബ്ദത പടർന്നു. അരുവിയുടെ ശബ്ദവും പക്ഷികളുടെ പാട്ട് മാത്രം ചുറ്റും നിറഞ്ഞിരുന്നു. ആ നിമിഷം പ്രകൃതിയും അവർക്കൊപ്പം പ്രണയത്തിലായതുപോലെ തോന്നി. ഒരുമിച്ച് നട്ട ആ ചെറിയ തൈകൾ നോക്കി നിൽക്കുമ്പോൾ യാഷിക പതിയെ ചോദിച്ചു. ഇത് വളർന്നു വലുതാൻ എത്ര സമയം എടുക്കും? കുറെ വർഷങ്ങൾ. അത്രയും കാലം കാത്തിരിക്കണല്ലോ. ആൽബി അവളെ നോക്കി. ചില നല്ല കാര്യങ്ങൾക്ക് കാത്തിരിപ്പ് ആവശ്യമാണ് ടീച്ചറെ. അരുവിൽ നിന്ന് വീശെത്തിയ തണുത്ത കാറ്റ് അവരെ തഴുകി കടന്നുപോയി. ദിവസങ്ങൾ കഴിയും തോറും യാഷികയുടെ ഉള്ളിൽ അവനോടുള്ള സ്നേഹവും വിശ്വാസവും കൂടി വന്നു. വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞു വന്നാൽ അവന്റെ കൂടെ അവൾ തോട്ടത്തിൽ പോകുന്ന പതിവായി. അവനൊപ്പം അവളും വീട്ടിലെ കാര്യങ്ങളിൽ പങ്കാളിയാവാൻ തുടങ്ങി. രാവിലെ ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നതും വൈകുന്നേരങ്ങളിൽ ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോകുന്നതും അവരുടെ പതിവായി. ഞായറാഴ്ചകളിൽ അവന്റെ കൂടെ പള്ളിയിലേക്ക് അവൾ പോവാൻ തുടങ്ങി. ഇശായ, നമ്മളെങ്ങോട്ടാ പോകുന്നത്? കാറിൽ ഇരുന്നുകൊണ്ട് യാഷിക വീണ്ടും ചോദിച്ചു. രാവിലെ മുതൽ അവൾ പലതവണ ചോദിച്ചിട്ടും ആൽബി വ്യക്തമായ മറുപടി നൽകിയിരുന്നില്ല. കുറച്ചുകൂടി ക്ഷമിക്കും ടീച്ചറെ, അതുമാത്രമായിരുന്നു അവന്റെ മറുപടി. പക്ഷേ ഇന്നെന്തോ വ്യത്യാസമുണ്ടായിരുന്നു. സാധാരണ കളിയാക്കിയും ചിരിപ്പിച്ചും സംസാരിക്കുന്ന ആൽബി നിശബ്ദനായിരുന്നു. അവന്റെ മുഖത്ത് ഒരു ഗൗരവം. ഏകദേശം 1 മണിക്കൂറിന് ശേഷം കാർ ആളൊഴിഞ്ഞൊരു പഴയ ഗോഡന് മുമ്പിൽ നിന്നു. ഇറങ്ങ്. ആൽബിയുടെ ശബ്ദം തണുത്തതായിരുന്നു. യാഷിക അമ്പരപ്പോടെ അവനെ നോക്കി. എന്നാലും ഒന്നും ചോദിക്കാതെ ഇറങ്ങി.
അടുത്ത നിമിഷം ഗോഡൌണ്ട് നിഴലിൽ ഒരാൾ പുറത്തേക്ക് വന്നു. അവനെ കണ്ടത് അവളുടെ മുഖം വിളറി. അഖിൽ. അഖിലിന്റെ ചുണ്ടിൽ പതിയെ ക്രൂരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. വന്നോ? യാഷിയൊക്കൊന്നും മനസ്സിലായില്ല. അവളുടനെ ആൽബിയുടെ പിന്നിലേക്ക് നീങ്ങി. പക്ഷെ ആൽബി അനങ്ങിയില്ല. അഖിൽ പുച്ഛത്തോടെ ചിരിച്ചു. നീ എന്ത് വിചാരിച്ചടി? എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നോ? ഈശായ നമുക്ക് പോവാം, ആൾ വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു. പക്ഷെ ആൽബി മിണ്ടിയില്ല. അഖിലിന്റെ ചിരി കൂടുതൽ വലുതായി. മുംബൈയിലെ ഒരു ഏജന്റിന് നിന്നെ ഏൽപ്പിക്കാൻ ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു. നല്ല പണവും പറഞ്ഞ് ഉറപ്പിച്ചിരുന്നു. അതിനാണ് ഈ കല്യാണം എന്ന പേര് പറഞ്ഞ് ഞാൻ വന്നു. പക്ഷെ നീ രക്ഷപ്പെട്ടു. അഖിൽ ആൽബിയെ നോക്കി ചിരിച്ചു. പിന്നെ ഇവനെ കണ്ടു. ലാഭത്തിൽ ഒരു പങ്കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഇവൻ തന്നെ നിന്നെ എന്റെ കയ്യിലെത്തിച്ചു തന്നു. ഇല്ല, യാഷിക അറിയാത്ത തലകുലുക്കി. ആൾ പതിയെ ആൽബിയുടെ മുഖത്തേക്ക് നോക്കി. ആളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇച്ചയാക്കിൽ പറയുന്ന കള്ളാണെന്ന് പറ. പക്ഷെ ആൽബി ഒന്നും മിണ്ടിയില്ല. ആ മൗനം യാഷികയുടെ ഹൃദയം കീറി മുറിച്ചു. പ്ലീസ് എന്തെങ്കിലും ഒന്ന് പറയും. അവളുടെ ശബ്ദം വിങ്ങി. ഞാൻ വിശ്വസിക്കില്ല, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല. കണ്ണുനീർക്ക് അവളിലൂടെ ഒഴുകി. ആൽബി ഇപ്പോഴും നിശബ്ദനായിരുന്നു. അത് കണ്ടതും യാഷികയുടെ അവസാന പ്രതീക്ഷയും തകർന്നു. അവൾ പതിയെ പിന്നിലേക്ക് മാറി. അപ്പൊ എന്നെ നാടകമായിരുന്നു. എന്നോട് കാണിച്ച സ്നേഹവും കരുതലൊക്കെ അഭിനയമായിരുന്നു. ഇങ്ങനെ അവനെ ഇട്ടുകൊടുക്കാനായിരുന്നെങ്കിൽ അത് മുമ്പേ ആവായിരുന്നില്ലേ? എന്തിനാ എന്നെ സ്നേഹം കാണിച്ച് പറ്റിച്ച്? ഞാൻ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചു പോയി. എന്തിനാ എന്നോട്? അവൾ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു. അവളുടെ ശബ്ദത്തിൽ നിറഞ്ഞ വേദന കേട്ടപ്പോൾ പോലും ആൽബി തല ഉയർത്തിയില്ല. അഖിൽ വിജയിച്ച ഭാഗത്തിൽ ചിരിക്കുകയായിരുന്നു. യാഷിക തകർന്ന മനസ്സോടെ ആൽബിയെ നോക്കി നിന്നു. ഈശായ, അവൾ അവസാനമായി വിളിച്ചു. ആ ശബ്ദത്തിൽ നിറഞ്ഞ വേദന കേട്ടപ്പോൾ ആൽബിയുടെ വിരലുകളൊന്നും മുറുകി. പക്ഷെ അവൻ അപ്പോഴൊന്നും മിണ്ടിയില്ല. കണ്ടോ, നിന്നെ രക്ഷിക്കാമെന്ന നായകൻ തന്നെ നിന്നെ എനിക്ക് വിറ്റു. ഇതാണ് യാഥാർത്ഥ്യം. ഇതുപോലെ കുറെ എണ്ണത്തിന് ഞാൻ പ്രണയം നടിച്ചും വിവാഹ വാഗ്ദാനം നടത്തി കൊണ്ടുപോയി വിറ്റിട്ടുണ്ട്. ഞാനൊരു പെണ്ണിനെ നോട്ടം ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തു വില കൊടുത്തു അവളെ എന്റെ വരുതിയിലാക്കിയിരിക്കും. അവളുടെ കണ്ണുനീർ നിർത്താതെ ഒഴുകി. അതേസമയം അഖിൽ അവളുടെ കയ്യിൽ പിടിക്കാൻ മുന്നോട്ട് വന്നു. തൊട്ടുപോർന്നവളെ! ആൽബിയുടെ അലർച്ചയോടെ മുഴങ്ങി. അഖിൽ പുരികൻ ചൊളിച്ചു. എന്താ? ആൽബി പതിയെ തല ഉയർത്തി. അവന്റെ കണ്ണുകളിലെ ഭാവം കണ്ടപ്പോൾ അഖിലിന്റെ നെഞ്ചിലൊരു അസ്വസ്ഥ വളർന്നു. പറഞ്ഞു കേട്ടില്ലേ, അവളുടെ ദേഹത്തോടരുതെന്ന്. ആൽബി ഒരു ചൂട് മുന്നോട്ട് വെച്ചു. നീ എന്താടാ തമാശ കളിക്കുകയാണോ? അഖിൽ ദേഷ്യത്തോടെ ചോദിച്ചു. ആൽബി മറുപടി അറിയാതെ തന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ പുറത്തെടുത്തൊരു ബട്ടൺ അമർത്തി. അടുത്ത നിമിഷം ഗോഡൌണ്ട് 4 ഭാഗത്തിൽ നിന്നും ആളുകൾ പുറത്തേക്ക് ഓടി വന്നു. കുറെ പോലീസുകാർ, അവരുടെ പിന്നിലായി പോലീസ് ജീപ്പുകളും. സൈറൺ ശബ്ദത്തോടെ മുഴങ്ങി. അഖിലിന്റെ മുഖത്തെ നിറം മങ്ങി. എന്താണിത്? ആൽബി തന്റെ പോക്കറ്റിൽ നിന്ന് ID കാർഡ് പുറത്തെടുത്തു. ACP ആൽബിൻ ജോസഫ്. പോലീസാണോ നിങ്ങൾ? അഖിൽ വിറയലോടെ ചോദിച്ചു. അതെ, ഞാൻ പോലീസ് ഓഫീസറാ. അഖിലിന്റെ കാലുകൾ വിറക്കാൻ തുടങ്ങി. ഇതൊക്കെ ട്രാപ്പായിരുന്നോ? അതെ, നീ പെൺകുട്ടികളെ ചതിച്ച സെക്സ് റാക്കറ്റ് സംഘത്തിന് കൈമാറുന്നുണ്ടെന്ന വിവരം മാസങ്ങളായിട്ട് ഞങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. പക്ഷേ തെളിവുകൾ കിട്ടിയില്ല. യാഷികയുടെ കേസ് വന്നപ്പോ നിന്റെ ഓരോ നീക്കവും ഞങ്ങൾ നിരീക്ഷിച്ചു. ഇന്ന് എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആൻ ഫോണിലേക്ക് വിരച്ചുകൊണ്ട് എല്ലാം നീ നിന്റെ സ്വന്തം നാവ് കൊണ്ട് സമ്മതിക്കുകയും ചെയ്തു. അഖിൽ രക്ഷപ്പെടാൻ തിരിഞ്ഞതും പോലീസുകാരവനെ പിടിച്ചു കെട്ടി. അവൻ അലറി. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അഖിലിനെ ജീപ്പിലേക്ക് കയറ്റി. എല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ ബാക്കി നിന്ന് യാഷികയും ആൽബിയും മാത്രം. യാഷികയുടെ കണ്ണുകൾ ഇപ്പോഴും നിറഞ്ഞിരുന്നു. അപ്പൊ ഇതൊക്കെ വെറും കേസ് അന്വേഷണത്തിന് വേണ്ടിയായിരുന്നോ? അവളുടെ ശബ്ദം വിങ്ങിപ്പൊട്ടി. ആയിരുന്നെങ്കിൽ ആദ്യം എന്നോട് പറയായിരുന്നില്ല ഈശായ, എന്തിനാ എന്നെ ഇങ്ങനെ മോഹിപ്പിച്ച്? അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരുന്നു. ആൽബി കുറച്ച് നിമിഷങ്ങൾ മിണ്ടാ നിന്നു. പിന്നെ പതിയെ തന്നെ പേഴ്സ് പുറത്തെടുത്തു. ടീച്ചർ ആദ്യം ഇത് നോക്ക്. അവൻ പേഴ്സ് തുറന്ന് അതിനുള്ളിൽ വർഷങ്ങളായി സൂക്ഷിച്ചിരുന്ന ചെറിയ ഫോട്ടോ പുറത്തെടുത്തു. യാഷിക ആശയക്കുഴപ്പത്തോടെ വാങ്ങി നോക്കി. അടുത്ത നിമിഷം അവളുടെ ശ്വാസം നിലച്ചു. അത് അവളുടെ ഫോട്ടോയായിരുന്നു. കോവിഡ് സമയത്ത് ആശുപത്രിയിലെ കിടക്കയിൽ കിടന്നുറങ്ങുന്ന അവൾ. യാഷികയുടെ വിരലുകൾ വിറച്ചു. ഇത് ആൾക്ക് വാക്കുകൾ കിട്ടിയില്ല. ആൽബി പതിയെ തന്റെ ഷർട്ടിന്റെ കൈ മുഴുവനായി മുകളിലേക്ക് കയറ്റി. അവന്റെ കയ്യിലെ ടാറ്റു കണ്ട നിമിഷം യാഷിക ശ്വാസം എടുക്കാൻ പോലും മറന്നു. സിംഹത്തിന്റെ ടാറ്റു. വർഷങ്ങളായി അവളുടെ മനസ്സിൽ മായാതെ കിടന്നിരുന്ന അതേ ടാറ്റു. അവൾ വിറക്കുന്ന വിരലുകളോട് അതിൽ തൊട്ടു. ആൽബി ചെറുതായി പുഞ്ചിരിച്ചു. അന്നെന്റെ ഡ്യൂട്ടി ദിവസം പോലും ആയിരുന്നില്ല ടീച്ചറെ. വീട്ടിലായിരുന്നു ഞാൻ. സ്റ്റേഷനിൽ നിന്നൊരു കോൾ വന്നു. ഒരു പെൺകുട്ടിക്ക് കോവിഡ് ഗുരുതരമാണ്, ആശുപത്രിയിൽ എത്തിക്കണം. പക്ഷെ ആംബുലൻസുകളിൽ പോകാൻ പോലീസ് ഉദ്യോഗസ്ഥരുമില്ല. എല്ലാവരും തിരക്കിലായിരുന്നു. ആൾ നിശബ്ദമായി കേട്ടു നിന്നു. എനിക്കപ്പോൾ പോവാതിരിക്കാമായിരുന്നു, കാരണം അതെന്റെ ഡ്യൂട്ടി അല്ലായിരുന്നു. പക്ഷെ എന്തോ ആ കോള് കേട്ടപ്പോ മനസ്സിനൊരു സമാധാനം കിട്ടിയില്ല. ആൽബി അവളെ നോക്കി ചിരിച്ചു. വെറുതെ ഒന്ന് സഹായിക്കാൻ നേരത്തി വന്നതാ. അവന്റെ കണ്ണുകളിൽ പഴയ ഓർമ്മകൾ നിറഞ്ഞു.
നിന്റെ വീട്ടിലെത്തിയപ്പോ ഒരു ജനലരിയിൽ നിന്ന് കരയായിരുന്നു നീ. ആ കാഴ്ച ഇന്നും എന്റെ മനസ്സിലുണ്ട്. പേടിച്ചു വരച്ചിരുന്ന ഒരു പെൺകുട്ടി, കണ്ണുകൾ മുഴുവൻ കണ്ണുനീർ. ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന പോലെ. യാശികയുടെ കണ്ണുകൾ ആ ഓർമ്മയിൽ വീണ്ടും നിറഞ്ഞു. ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിൽ പോലും നീ കരയായിരുന്നു. ഇടയ്ക്കിടെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയ ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വേറൊരു സഹായം ചെയ്യാൻ വന്നില്ലെന്ന്. തന്നോട് എനിക്കെന്തോ വല്ലാത്തൊരു ഇഷ്ടം തോന്നി. ആ ഒരു ശബ്ദം പതിയിടറി. നിന്റെ ഓരോ കാര്യവും ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. മരുന്ന് കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ, ഉറങ്ങിയോ, അതൊക്കെ അറിയാതെ നോക്കിക്കൊണ്ടിരുന്നു. നീ മരുന്നിന്റെ ക്ഷീണത്തിൽ ഉറങ്ങിയായിരുന്നു. അപ്പോഴാ ഞാൻ ആ ഫോട്ടോ എടുത്ത്. അപ്പോഴേ ഇഷ്ടമായിരുന്നു? യാഷിക പതിയെ ചോദിച്ചു. ആൽബി ചെറുതായി ചിരിച്ചു. അന്നും ഇന്നും എന്നും എന്റെ കണ്ണുകളിൽ നീ മാത്രമേ ഉള്ളൂ യാഷിക. ആരാളുടെ കണ്ണുകളിലേക്ക് നോക്കി. യാഷികയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഇച്ചായ, ഞാൻ നിന്നെ കുറിച്ചെല്ലാം അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും നിന്റെ മുന്നിലേക്ക് വന്നില്ല. ദൂരെ നിന്ന് കാണുന്നു നിന്റെ സന്തോഷം അറിയുന്ന മാത്രം മതിയെന്ന് കരുതി. യാഷികയുടെ കണ്ണുകൾ നിറഞ്ഞു. പിന്നൊരു ദിവസം ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. യാഷികയുടെ ശ്വാസം നിലച്ച പോലെ തോന്നി. എന്റെ വീട്ടിലേക്കോ? അതെ, വിവാഹാലോചനയായിട്ട്. യാഷികയുടെ കണ്ണുകൾ അത്ഭുതത്തോടെ വിടർന്നു. അന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ വന്നായിരുന്നു. ആൽബി കുറച്ചു നേരം മിണ്ടാതിരുന്നു. ശേഷം പതിയെ പറഞ്ഞു. നിന്റെ അച്ഛൻ എന്നെ നോക്കി ഒരു കാര്യം മാത്രമേ പറഞ്ഞു. ഒരു നസ്രാണി ചെക്കൻ എന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാനാവില്ലാന്ന്. ഇനി ഒരിക്കലും ആ വീടിന്റെ പടി കയറരുതെന്ന്. യാശികയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരുന്നു. ഇശായ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ആൽബിയുടെ അവളെ കണ്ണുനീര് തുടച്ചു. യാശിക ആൽബിയുടെ നെഞ്ചിലേക്ക് ചാരി നിന്നു. പക്ഷെ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ അവൾ തലയുയർത്തി. ഇശായ, ഒരു കാര്യം ചോദിക്കട്ടെ? അന്ന് റോഡിൽ വെച്ച് നമ്മൾ കൂട്ടിയിടിച്ച് ശരിക്കും യാദൃശ്ചികമായിരുന്നോ? ആ ചോദ്യം കേട്ടത് ആൽബിയുടെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. ആ ചിരി കണ്ട നിമിഷം തന്നെ യാശികയുടെ പുരികം ചുളിഞ്ഞു. ഇശായ? ആൽബി ചെറുതായി ചിരിച്ചു. അത് യാദൃശ്ചികമായിരുന്നില്ല. ഞാനന്ന് മനപ്പുറോടെ വന്നായിരുന്നു. ആൽബി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. നിന്റെ സ്കൂൾ വിടുന്ന സമയവും നീ പോകുന്ന വഴിയെല്ലാം എനിക്കറിയായിരുന്നു. അന്ന് ഞാൻ കുറെ നേരം അവിടെ കാത്തിരിക്കുകയായിരുന്നു. യാശിക അമ്പരപ്പോടെ അവനെ നോക്കി. അപ്പൊ ആ കൂട്ടിയിടി പ്ലാൻ ചെയ്തായിരുന്നു. ടീച്ചർ സ്പീഡ് നടക്കുകയാണെന്ന് കണ്ടപ്പോൾ കണക്ക് കൂട്ടിയതാ. അവനൊരു കുസൃതി ചിരിയോടെ പറഞ്ഞു. അപ്പൊ എന്റെ ID കാർഡ്? അത് ഞാൻ എടുത്തു വെച്ചാ. ആൽബി ചിരിച്ചു. യാഷിക ദേഷ്യത്തോടെ അവനെ തോളിലടിച്ചു. എടാ കള്ളൻ ഇച്ചായ. ആ കള്ളത്തിന് നിന്റെ റിസൾട്ട് ഇപ്പൊ കണ്ടില്ലേ? ഇപ്പൊ കൊച്ച് എന്റെ കൂടെ ഉണ്ട്. അവൻ കണ്ണിറുക്കി. യാഷികക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. അടുത്ത നിമിഷം ആൾക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നു. അപ്പൊ ജിമ്മിലേക്ക് വിളിച്ചതോ? ആ ചോദ്യം കേട്ടതും ആൽബിയുടെ മുഖം ഗൗരവമായി. അതും മനഃപൂർവ്വമായിരുന്നു. അഖില് സ്ഥിരമായിട്ട് ചില പെണ്ണുങ്ങളുടെ കൂടെ അവിടെ വരാറുണ്ടെന്ന് എനിക്കറിയായിരുന്നു. യാശിക നിശബ്ദമായി കേട്ടു. നിന്റെ വിവാഹം ഉറപ്പിച്ചെന്ന് കേട്ടപ്പോഴേ ഞാൻ മുള്ളി ചവിട്ടിയ പോലെയായിരുന്നു. പക്ഷെ നീ കല്യാണം കഴിക്കാൻ പോകുന്ന ആരെയാണെന്ന് അന്വേഷിച്ചപ്പോഴാ അത് ഞങ്ങൾ കുറെ നാളായി നോട്ടിട്ട് വെച്ച് അഖിലാണെന്ന് തിരിച്ചറിയുന്നത്. അവന്റെ സ്വഭാവം നീ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുമെന്ന് എനിക്ക് തോന്നി. പക്ഷെ നിനക്ക് അവന് ഇഷ്ടമില്ലായിരുന്നു അവിടെ വെച്ച് ഞാൻ തിരിച്ചറിഞ്ഞു. യാശികയുടെ കണ്ണുകൾ നിറഞ്ഞു. വീട്ടിൽ വെച്ച് നിനക്ക് വേറൊരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോ എന്നെ നെഞ്ചൂട്ടിയ പോലെ തോന്നി. പക്ഷെ അത് ഞാനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴുണ്ടല്ലോ, ഈ ലോകം കീഴടക്കിയ പോലെയായിരുന്നു. എത്ര കഷ്ടപ്പെട്ടാണെന്നോ ഞാൻ എൻ്റെ സന്തോഷം നീ കാണാൻ നിയന്ത്രിച്ച്. ഈ ജന്മത്തിൽ ആരും എൻ്റെ കൊച്ചിനെ വേദനിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. പിന്നെന്തിനാ ഇത്രയും കാര്യങ്ങൾ ഒളിപ്പിച്ച്? കാരണം ഞാനൊരു പോലീസ് ഓഫീസറാണ്. അഖിലിനെതിരെ തെളിവുകളും വേണമായിരുന്നു. അതേസമയം നിന്നെ സുരക്ഷിതാക്കുകയും വേണമായിരുന്നു. ഈ മിഷൻ കഴിയുന്നവരെ ഒന്നും നിന്നോട് തുറന്നു പറയാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ ഒരു കാര്യം മാത്രം പ്ലാൻ ചെയ്തല്ല. എന്ത്? ആൽബി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. നിന്നെ ഇത്രയും ആഴത്തിൽ സ്നേഹിച്ചു പോവെന്ന്. ആ വാക്കുകൾ കേട്ടതും യാശിക അവന്റെ നെഞ്ചിലേക്ക് വീണ്ടും ചേർന്നു. ഫ്രോഡിച്ചായൻ, ആൾ പരിഭവത്തോടെ പറഞ്ഞു. അത്തേടി. അവനവളെ മുറുകെ ചേർത്ത് പിടിച്ചു. പക്ഷേ ഈ ഫ്രോഡിച്ചായൻ ജീവിതകാലം മുഴുവൻ എൻ്റെ കൊച്ചിനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ അച്ഛന് പോലും എൻ്റെ കാര്യത്തിൽ കരുതലുണ്ടായിരുന്നില്ല. രാത്രി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഇതുവരെ ഒന്നും അന്വേഷിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഇച്ചായ 2 പ്രാവശ്യം എൻ്റെ ജീവൻ രക്ഷിച്ചു. അന്ന് കോവിഡ് വന്നപ്പോഴും ഇപ്പൊ അഖിലിന്റെ കയ്യിൽ നിന്നും. എങ്ങനെയാ നിനക്ക് നന്ദി പറയണ്ടെന്ന് അറിയില്ല. ഒരു കള്ളച്ചിരിയോടെ അവൻ അവിടെ കണ്ണുകളിലേക്ക് നോക്കി. നന്ദിയൊന്നും വേണ്ട, പകരം കൊച്ചെനിക്കൊരു ഉമ്മ നേശാലും മതി. നാളത്താൽ അവളുടെ കവിളുകൾ തുടുത്തു. എന്തു പറയണമെന്നറിയാതെ അവൾ മേലെ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. തന്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന അവളുടെ മുഖം അവൻ മേലെ കൈക്കൊമ്പിളിൽ എടുത്തുയർത്തി. കൺപീലികൾ വിറക്കുന്ന മുഖത്തേക്ക് നോക്കി അവൻ അല്പനേരം നിന്നു. ആ നിമിഷത്തിൽ അവർക്കിടയിലെ ദൂരം കുറഞ്ഞു. അവനവളുടെ മുഖം ചുംബനങ്ങൾ കൊണ്ട് മൂടി. കണ്ണിൽ, കവിളിൽ, നെറ്റിയിൽ, ചുണ്ടിൽ. അവന്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ അലഞ്ഞു നടന്നു. ഇത്രയും വർഷം പറയാതെ ബാക്കി വെച്ച പ്രണയം മുഴുവൻ അതിലുണ്ടായിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം, ടീച്ചറെ ഓളിന് പ്ലീസ്.
അവന്റെ സ്വരത്തിൽ ഗൗരവത്തേക്കാൾ ഉപരിയായി ഒരു വലിയ കരുതലുണ്ടായിരുന്നു. വയറ്റിൽ നമ്മുടെ കൊച്ചുള്ള ഒന്ന് സൂക്ഷിക്കുവേണ്ടേ. അവനവളുടെ വയറ്റിൽ പതിയെ കൈവച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവളൊരു കുശുമ്പോടെ അവനെ നോക്കി. അല്ലേലും ഇച്ചാനിപ്പോ കുഞ്ഞിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളൂ, എന്നോട് സ്നേഹമില്ല. ഞാൻ നിന്നെ നല്ലോണം സ്നേഹിച്ചതിന്റെ റിസൾട്ട് അല്ലേടി കൊച്ചേ നിന്റെ വയറ്റിലേക്ക് കിടക്കുന്ന പോയിച്ചായ. അവൾ നാളത്തോടെ അവനെ നെഞ്ചിലേക്ക് മുഖമമർത്തി. ഈ ലോകത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം അത് നീയാണ് യാഷിക. നമ്മുടെ കുഞ്ഞു പോലും എനിക്കത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. സന്തോഷം കൊണ്ട് യാഷികയുടെ കണ്ണ് നിറഞ്ഞു. പ്രണയം വാത്സല്യമായി മാറിയ ആ നിമിഷം അവളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായമായി മാറി. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക്